Hello guys, welcome back to my YouTube channel. So guys, ഇന്ന് നമ്മൾ ഓൾറെഡി കുളിച്ച് ഇരിക്കുകയാണ്. സാധാരണ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യലില്ല, ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ചേഞ്ച്. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയും നേരത്തെ തുടങ്ങാനുള്ള കാര്യം, നേരത്തെ അല്ല ഗൈസ്, ഒരു 12:30 ആയിട്ടുണ്ടാവണം. സോ 12:30 തന്നെ ഇവളിങ്ങനെ കുളിച്ചിരിക്കുന്നത് എന്തിനാ? മീൻസ് വി ആർ ഗോയിങ് ഔട്ട്. നമ്മൾ പുറത്ത് പോവാണ് ഗൈസ്. ഇന്ന് പോവാൻ ഉദ്ദേശിച്ച സ്ഥലം ഞാൻ കുറേ എൻ്റെ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചൊരു സ്ഥലമാണ്. കാരണം ഇതിൻ്റെ വീഡിയോസും റീൽസും കാണുമ്പം പോവാതിരിക്കാൻ തോന്നില്ല. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല രസമാണ് കാണാൻ. സോ ഞാൻ കുറേ ആയി പറയണു പോവാ, പക്ഷെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ജോലിയുടെ ടൈമിങ്ങും അച്ഛൻ്റെ ജോലിയുടെ ടൈമിങ്ങും അച്ഛൻ്റെ ലീവും എൻ്റെ ലീവും എല്ലാം കൂടി ഒത്തു വരാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഒത്തു വന്നൊരു ലീവിൻ്റെ സമയമാണ് ഈദ്. സോ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതിന് പോവാം എന്ന് വിചാരിച്ച് ഇന്ന് നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അബുദാബിയിൽ ഉള്ള പുതിയ അമ്പലത്തേക്കാണ്. അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ പേരെനിക്കറിയില്ല, പക്ഷെ അബുദാബിയിലുള്ള ഒരു അമ്പലമാണ്. ഇവിടെ ആകെപ്പാടെ മൂന്ന് അമ്പലമുള്ളൂ. ഒന്ന് ജബലലിയും, ഒന്ന് അബുദാബിയും, പിന്നെ ഒന്ന് ബർദുബായിരുന്നു. ബർദുബായി ഉള്ളത് ക്ലോസ് ചെയ്തു. സോ മൂന്ന് അമ്പലമേ ഉള്ളൂ. രണ്ടേ ഉള്ളൂ. സോ അങ്ങോട്ടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിന്ന് കുളിച്ചത്. ഓൾസോ ഗൈസ്, നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മൈലാഞ്ചി ഇട്ടു ഇത്രയും കറുത്തു. അത് ഗൈസ് കണ്ടോ, ഇതിൻ്റെ ചന്ദ്രനൊക്കെ ഉണ്ട് കണ്ടോ. ഓക്കെ, ചന്ദ്രൻ നമ്മൾ കൂടുതൽ സൂക്ഷിച്ചു പോയി കഴിഞ്ഞാൽ ഒരു രസം തോന്നില്ല. സോ നമ്മൾ നോക്കണ്ട. സോ അങ്ങനെ അപ്പോൾ ഇനി നമ്മൾ പോയി ഡ്രസ്സ് സെലക്ട് ചെയ്ത് അയൺ ചെയ്ത് അത് ഇട്ട് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം പോകാൻ ഗൈസ്. നമ്മൾ 2 മണിക്ക് ഇറങ്ങണം. ഓൾറെഡി 12:30 കഴിഞ്ഞു. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. സോ ഗൈസ്, നമ്മളോട് ഓൾറെഡി 2 ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഈ പച്ചയാണ്. ഈ പച്ച ഇങ്ങനെ ഞാൻ വ്ളോഗിൽ ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരൊറ്റ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതും പിന്നെ ഒരു കറുപ്പും ഉണ്ട് ഗൈസ്. ഈ കറുപ്പ് ഞാൻ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഈ കറുപ്പാണുള്ളത്. സോ ഏതാണെന്നതൊരു ഡിസൈഡ് ചെയ്തില്ല ഗൈസ്. സോ നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കാം. കാരണം നമുക്കൊരു കാര്യം ഡൗട്ട് വരുമ്പോൾ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ചോദിക്കണം, എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. സോ ഗൈസ്, എനിക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുമ്പോൾ ചൂടെടുക്കും, പക്ഷേ ഇതിൻ്റെ ഷാൾ അടിപൊളിയാണ്. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷാൾ ഒരു രസമില്ല. ഇതാണ് ഇതിൻ്റെ ഷാൾ, ഒരു രസമില്ല. ബെഡ്ഷീറ്റ് മാതിരിയുണ്ട്. സോ ബട്ട് അത് ഇടാൻ സുഖമാണ്, നല്ല ലൂസായി കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സോ നമുക്കിത് ആരോടെയും പോയി ചോദിക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും ഒന്ന് കാണാം. A few minutes later. സോ ഗായ്സ്, ഞാൻ റെഡിയായി ഗായ്സ്. നല്ല ഭംഗിയില്ലേ എന്നെ കാണാൻ ഗായ്സ്. അപ്പോൾ ഉണ്ണീനെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സോ ഇതാണ് പച്ചയാണ് ഞാൻ എടുത്തത്. ഇത് ഉണ്ണീനെ കാണിച്ചത് ഞാനാണ് ഗായ്സ് അവർക്ക് മേക്കപ്പ് ഇട്ട് കൊടുത്തത്. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, സർവീസ് ചാർജ് 140 dirhams. സോ ഗായ്സ്, ഇന്ന് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഞാൻ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് കാണിച്ചത് ഗായ്സ്. അച്ഛൻ നമ്മളെന്ന് എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? സർപ്രൈസ് അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യാ, അച്ഛന് തൊണ്ടവേനയാണ് ഗൈസ്. അതാണ് ഇത്ര പാസ് കൂടി വച്ച. വൈ കടലിൽ നമ്മൾ ഇന്നലെ പോയി. സോ അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഇനി ഉണ്ണിക്ക് നമ്മൾ ആരും ആലോചിക്കുന്നില്ല. അപ്പൊ കല്യാണം ഒന്നും ആലോചിക്കുന്നില്ല. സോറി ഗൈസ്, ചെറിയ കുട്ടി ആയതുകൊണ്ട് നമ്മളൊന്നും ആലോചിക്കില്ല. പക്ഷെ അവർക്ക് ആഗ്രഹമുണ്ട്. ഉണ്ണി പറയ്, എന്താ എൻ്റെ അഭിപ്രായം അബുദാബി പോണെ പറ്റിട്ട്? നല്ല അഭിപ്രായമാണ്. എക്സൈറ്റ്മെന്റ് കാണിച്ചാ ഗൈസ്. അമ്മ ആംഗ്രിയാണ്. എന്തുകൊണ്ടാണ് അമ്മ ആംഗ്രി? ഇവര് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് പോണത്.
പിന്നെ ഒരു പണി ചെയ്ത ഒരു കഞ്ഞി. എന്ത് കഞ്ഞാൽ അമ്പലത്തിൽ പോകുമ്പോ നമ്മള് ഫ്രഷ് ആയിട്ടൊക്കെ കഴിക്കണ്ടേ. രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഞാൻ അടുക്കളയിൽ. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എന്തുണ്ടെങ്കിൽ നമുക്കാണ് ചീത്ത ഇതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ അയൺ ചെയ്ത് കൊടുക്കണം. ഇല്ല, എന്റെ അയൺ ചെയ്ത് തന്നിട്ടില്ല കേട്ടോ ഗൈസ്. എന്റെ ചെയ്ത് തന്നിട്ടില്ല, എന്റെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തത്. അല്ലെങ്കിൽ നമ്മളെ കാര്യം വരുമ്പോൾ എല്ലാവരും കൈ ഒഴിയും ഗൈസ്. സോ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഉണ്ണി അച്ഛൻ താത്തിക്ക് പോയി ഗൈസ്. നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഏയ് അവരുടെ തല അമ്മ എവിടെ നോട്ടെ? ബ്ലാക്ക് ആക്കാൻ പറ്റില്ല. ഒന്നുകൂടി കാട്ടൂ. ഡൈ ആക്കാൻ പറ്റൂ. കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു മക്കളെ. പല്ല് മാത്രമേ കാണുള്ളൂ. എന്തൊക്കെ കാണണം. ആ കണ്ട, ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ തലയിലിടണ്ടേന്ന്. ചിരിക്കൂ, ചിരിക്കും നോക്കട്ടെ. അതെ, വീഡിയോ എടുക്കാൻ പാടില്ല. പിന്നെ പിന്നെ ആദ്യമൊന്നും പോവാൻ പറ്റില്ല. आगे जाइए, आगे आगे प्लीज 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 आगे प्लीज सर प्लीज. എൻ്റെ അച്ഛൻ വരും, എൻ്റെ അച്ഛൻ വരും. പറയും അച്ഛല്ലാണ്ട് പോവില്ല പറയും. ആ, പ്രതിഷേധം. ആ, ഇത്രേ ഉള്ളൂ. ഒപ്പം നടക്കണേ. തള്ളാസ് അവിടെ തിന്നു.
വരും. दार्जिलिंग नाइट बहुत दार्जिलिंग दांडला नाइट रात അമ്മ ഒന്ന് കാണിക്കൂ അമ്മ. സ്നാക്സ് വേണ്ട കഴിച്ചോ. അങ്ങോട്ട് പോകണ്ട, പോലീസ്. ഇല്ല, ക്യാമറ എടുക്കാൻ പറ്റില്ലേ? പിന്നെയും ഉണ്ടാകും ആ പെണ്ണ് അവിടെ വയ്ക്കുന്നത്. നമ്മളാരപ്പോ കയറ്റിട്ട് അതിന് വിളിക്കും. വളരെ തലയിൽ അപ്പിട്ടു. മനുഷ്യനല്ല ഗൈസ്, ഒരു പക്ഷിയാണ്. ഫോട്ടോ എടുക്കുന്നു. എന്തൊരു ആദ്യത്തെ എനിക്ക് ഈ മണി അടിക്കണം ഗൈസ്. ബട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു വഴി. സോ
സോ ഗായ്സ് നോക്കട്ടെ ഗൈസ്. ഞാൻ ആ മണി അടിച്ചു, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരു ചെക്കൻ ഉണ്ടായിരുന്നു ഗൈസ് അവിടെ. ഞാൻ കാണിച്ചില്ല ആ ചെക്കനെ. ഇതാ ഗൈസ്, ആ ചെക്കൻ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ അവൻ മണി അടിക്കാൻ സമ്മതിച്ചു. अभी भूख भी नहीं है.